അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് കുപ്രചരണങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ നടക്കുന്ന ഒരു പ്രചാരണത്തിന്റെ സത്യാവസ്ഥ നമ്മൾ പരിശോധിക്കുന്നു. വ്യാജൻ ചോദ്യക്കോഴ ആരോപണത്തെ തുടർന്ന് ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്രയെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുന്നുവെന്ന രീതിയിൽ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. മാത്രമല്ല, പാർലമെന്റ് പുറത്താക്കിയ നടപടിയിൽ പ്രതിഷേധിക്കുന്ന എംപിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്താക്കിയെന്നാണ് വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചാരണങ്ങൾ നടക്കുന്നത്. ഈ വീഡിയോയുടെ സത്യാവസ്ഥ എന്തായിരിക്കും? 24ന്റെ ഫാക്ട് ചെക്ക് വിഭാഗം പരിശോധിക്കുകയാണ്. ഇക്കഴിഞ്ഞ ഡിസംബർ 8-നായിരുന്നു മഹുവ മൊയ്ത്രയെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയത്. സഭയിൽ ചോദ്യം ചോദിക്കുന്നതിന് വ്യവസായി ദർശൻ ഹിരാനന്ദാനിയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന BJP MP നിഷികാന്ത് ദുബെയുടെ ആരോപണത്തെ തുടർന്നായിരുന്നു പാർലമെന്റ് നടപടി. പരാതി അന്വേഷിച്ച എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് മഹുവ മൊയ്ത്രയെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയത്. പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും വിമർശക കൂടിയായ മഹുവയ്ക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണമാണ് ഇതിന് പിന്നാലെ നടക്കുന്നത്. ലോക്സഭയിൽ നിന്ന് മഹുവയെ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തു എന്ന തലക്കെട്ടോടെയുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത്. മഹുവ മൊയ്ത്രയെ പരിഹസിച്ചുകൊണ്ടാണ് വീഡിയോ പ്രചരിപ്പിക്കുന്നത്. വനിതാ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചേർന്ന് മഹുവയെ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുന്നതാണ് ദൃശ്യങ്ങളിൽ. എന്നാൽ ഏതാനും സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ഈ ദൃശ്യങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലുള്ളതെന്നാണ് 24 ഫാക്ട് ചെക്ക് വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായത്. തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയും മഹുവ മൊയ്ത്ര ഉൾപ്പെടെയുള്ള പാർട്ടി എംപിമാരും MLA-മാരും തൊഴിലുറപ്പ് തൊഴിലാളികളും കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയതിന്റെ ദൃശ്യങ്ങളാണ് തെറ്റായ അടിക്കുറിപ്പോടെ പ്രചരിപ്പിക്കുന്നത്. കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നിഷേധിച്ചു എന്നാരോപിച്ച് കുത്തിയിരിപ്പ് സമരം നടത്തിയ മഹുവ മൊയ്ത്ര ഉൾപ്പെടെയുള്ളവരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുന്നതാണ് ദൃശ്യങ്ങൾ. ഇത് മഹുവ മൊയ്ത്ര തന്റെ എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. പ്രതിഷേധത്തെക്കുറിച്ച് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കായി കേന്ദ്രം പണം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചവരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ബലം പ്രയോഗിച്ച് മാറ്റിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ തെറ്റായ വ്യാഖ്യാനത്തോടെ പ്രചരിപ്പിക്കുന്നതെന്ന് ഇതോടെ വ്യക്തമായി. ഫാക്ട് ചെക്ക് ഡെസ്ക് 24. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.